Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. ഇനി നമുക്ക് സൂറത്തുൽ അഅറാഫിലെ 101-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിൽക്കൽ ഖുറാ നഖുസ്സു അലൈക മിൻ അംബാഇഹാ വലഖദ് ജാഅത്ഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത് ഫമാ കാനൂ ലിയുഅ്മിനൂ ബിമാ കദ്ദബൂ മിൻ ഖബ്ൽ كذلك يطبع الله على قلوب الكافرين. തിൽക്കൽ ഖുറ, ആ നാടുകൾ, നഖുസ്സു അലൈക, നാം താങ്കൾക്ക് ഖിസ്സ പറഞ്ഞു തരുന്നു, മിൻ അംബാഇഹ, അവയുടെ വാർത്തകളിൽ നിന്ന്, വലഖദ് ജാഅത്ഹും റുസുലുഹും, അവരുടെ ദൂതന്മാർ അവർക്ക് വന്നു, ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായി, ഫമാ കാനൂ ലിയുഅ്മിനൂ, അവരതിനെ വിശ്വസിക്കുന്നവരായിരുന്നില്ല, ബിമാ കദ്ദബൂ മിൻ ഖബ്ലു, മുമ്പ് അതിനെ തള്ളിക്കളഞ്ഞവരായതുകൊണ്ട്, കദാലിക, അങ്ങനെ, യത്ബഉല്ലാഹു, അള്ളാഹു മുദ്ര വെക്കുന്നു, അലാ ഖുലൂബിൽ കാഫിരീൻ, നിഷേധിച്ചവരുടെ ഹൃദയങ്ങളുടെ മേൽ. ഒന്നുകൂടെ അർത്ഥം പറയാം. തിൽക്കൽ ഖുറ, ആ നാടുകൾ, ഖറിയത്തിൻ്റെ ബഹുവചനമാണ് ഖുറ, ഗ്രാമം, നാട്, പട്ടണം എന്നും ചിലപ്പോൾ അർത്ഥം വരും. നഖുസ്സു അലൈക, ഖിസ്സ, ഖസ്സ എന്ന് പറഞ്ഞാൽ ക്രമമായി കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നാണ് അതിൻ്റെ അർത്ഥം. അലൈക്ക, താങ്കളുടെ മേൽ, ഖസ്സ യഖുസ്സു ഖിസ്സ, ഖിസ്സ പറയാം, നമ്മൾ പറയാറുണ്ടല്ലോ ഖിസ്സ, ഖിസ്സപ്പാട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, കഥ എന്നാണ് അതിൻ്റെ അർത്ഥം. മിൻ അംബാഇഹ, നബ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അംബ, ഗൗരവപ്പെട്ട വാർത്ത എന്നാണ് നബ. അള്ളാഹുവിൽ നിന്ന് വളരെ ഗൗരവപ്പെട്ട വർത്തമാനങ്ങൾ അറിയിക്കുന്ന ആൾ എന്നുള്ള നിൽക്കാൻ നബിയ്, നബി എന്നുള്ള വാക്കിൽ നിന്നാണ് നബി ഉണ്ടാകുന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറയാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുന്നവർ എന്നുള്ള അർത്ഥം. വലഖദ് ജാഅത്ഹും റുസുലുഹും, ആ കഥയുടെ പൊരുൾ, ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, വലഖദ് ജാഅത്ഹും റുസുലുഹും, ആ നാട്ടുകാർക്കൊക്കെയും അവരുടെ ദൂതന്മാർ വന്നു, ബിൽ ബയ്യിനാത്തി, തെളിവുകളുമായിട്ട്, ഫമാ കാനൂ ലിയുഅ്മിനൂ, അവരതിനെ വിശ്വസിക്കുന്നവരായിരുന്നില്ല, അല്ലെങ്കിൽ അവർ അത് വിശ്വസിച്ചില്ല, ബിമാ കദ്ദബൂ മിൻ ഖബ്ലു, മുമ്പ് തള്ളിക്കളഞ്ഞതുകൊണ്ട്, മുമ്പ് പറഞ്ഞതിൽ നിന്ന് മാറാൻ അവർ സന്നദ്ധരായില്ല. കദാലിക യത്ബഉല്ലാഹു അലാ ഖുലൂബിൽ കാഫിരീൻ, ഇങ്ങനെയാണ് അള്ളാഹു കാഫിറുകളുടെ, നിഷേധികളുടെ ഹൃദയങ്ങളുടെ മേൽ മുദ്ര വെക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ശുഐബ് നബി അലൈഹിസ്സലാം വരെയുള്ളവരുടെ കഥയാണ് അള്ളാഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതാണ് തിൽക്കൽ ഖുറ, ആ നാടുകൾ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് പരിചയമുള്ള, ഖുറൈശികൾക്ക് പരിചയമുള്ള പ്രദേശങ്ങളെ സംബന്ധിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അവർ യാത്ര പോകുന്ന പ്രദേശങ്ങളാണ്. അന്നൊക്കെ കച്ചവട യാത്രയാണ്. ഇന്ന് പലപ്പോഴും നാട് കാണാൻ വേണ്ടി തന്നെ ആളുകൾ യാത്ര പോകാറുണ്ട്. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് തിൽക്കൽ ഖുറ, ആ നാടുകൾ എന്ന് പറഞ്ഞത്. നഖുസ്സു അലൈക, താങ്കൾക്ക് നാം വിവരിച്ചു തരുന്നു, മിൻ അംബാഇഹ, അവയുടെ വർത്തമാനങ്ങൾ, ആ നാടുകൾക്ക് എന്താ സംഭവിച്ചത്, എന്തായിരുന്നു ആ നാട്ടുകാരുടെ നേരത്തെയുള്ള അവസ്ഥ. എല്ലാവിധ സുഖാഡംബരങ്ങളിലും മുഴുകി ജീവിക്കുകയായിരുന്നു. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ അവർ സന്നദ്ധരായിരുന്നില്ല. എന്നിട്ട് ഇപ്പോൾ ആ നാടിൻ്റെ സ്ഥിതി എന്താണ്, അതും നിങ്ങളുടെ യാത്രാമധ്യേ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതാണല്ലോ എന്നതാണ് ഖുറൈശികൾക്ക് നൽകുന്ന പാഠം. അതിലൂടെ നമ്മളോടും ചിന്തിക്കാനാണ് ആവശ്യപ്പെടുന്നത്. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു സമയമെത്തിയാൽ അള്ളാഹു അവരെ പിടികൂടും. അള്ളാഹു തആല ആയുസ് നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളത്
അല്ലെങ്കിൽ സംവിധാനങ്ങൾ നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഭരണ സൗകര്യങ്ങൾ ഒരുപാട് കാലത്തേക്ക് അവരെ ഏൽപ്പിക്കുന്നു എന്നുള്ളത് അവർ നിർഭയരായി എന്നുള്ളതിൻ്റെയോ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരാണ് അവർ എന്നുള്ളതിൻ്റെയോ തെളിവല്ല. മ്യാൻമറിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, നൂറുകണക്കിന് ആൾക്കാരാണ് ഭൂകമ്പത്തിൽ മരിച്ചിരിക്കുന്നത്. അവിടെ നടന്നുകൊണ്ടിരുന്ന വേണ്ടാവൃത്തികളൊക്കെ നമ്മൾ പത്രത്തിലൂടെ മുമ്പ് വായിച്ചിട്ടുണ്ട്. വലിയ അക്രമവും അന്യായവും നടന്നിരുന്ന പ്രദേശമാണ്. ഒരൊറ്റ കുലുക്കം 1 മിനിറ്റ് നീണ്ടു നിന്നിട്ടില്ല, അതിൻ്റെ ഇടയ്ക്ക് തകർന്നു പല പ്രദേശങ്ങളും. ഇതൊക്കെ എല്ലായിടത്തും എല്ലായ്പ്പോഴും സംഭവിക്കാവുന്നതാണ്, എല്ലായിടത്തും എല്ലായ്പ്പോഴും. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു സമയമുണ്ട്. അള്ളാഹു നിശ്ചയിച്ചൊരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആസൂത്രണങ്ങൾക്കൊന്നും ഒരു പങ്കും ഉണ്ടാവുകയില്ല. അത് നല്ലത്. അതാണ് ഇവിടെ അള്ളാഹ് തിൽക്കൽ ഖുറാൻ നഖുസ്സു അലൈക മിൻ അംബാഇഹ, അവരുടെ വർത്തമാനങ്ങൾ. ഇപ്പോൾ നൂഹ് നബിയുടെ ജനതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്തായി അവരിന്ന്? അന്ന് അവരുടെ അവസ്ഥ എന്തായിരുന്നു? അതുപോലെ തന്നെ സാലിഹ് നബി അലൈഹി സ്വലാമയുടെ ജനങ്ങൾ, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹി സ്വലാമയുടെ ജനങ്ങൾ, ലൂത്ത് നബി അലൈഹി സ്വലാമയുടെ ജനങ്ങൾ, ശുഐബ് നബി അലൈഹി സ്വലാമയുടെ ജനങ്ങൾ, എല്ലാവിധ അന്നത്തെ കാലത്തുള്ള ആഡംബരങ്ങളും ആധുനിക സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭൂമിയിൽ അന്യായത്തോടു കൂടി വാഴുകയായിരുന്നു അവർ. അവരുടെ വർത്തമാനമൊക്കെയാണ് നാം പ്രവാചകരെ അങ്ങേക്ക് കേൾപ്പിച്ചു തരുന്നത്. നഖുസ്സു അലൈക, താങ്കൾക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താങ്കൾ അംഗീകരിച്ചിട്ടുള്ള എല്ലാവർക്കും കൂടി പഠിപ്പിച്ചു തരുന്നു. വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവർക്ക് അവരുടെ ദൂതന്മാർ ബയ്യിനാത്തുകളുമായി വന്നിട്ടുണ്ട്. ഒന്നുകിൽ അവരുടെ വേദമാണ് ബയ്യിനത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒന്നാമത്തെ ബയ്യിനത്ത് അദ്ദേഹത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഖുർആനാണ്. ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയും നിർദ്ദേശങ്ങളും അതാത് കാലത്തുള്ള ബയ്യിനത്താണ്. അതിൻ്റെ പുറമെ കണ്ണുകൊണ്ട് അവർ കാണുന്ന ഭൗതിക നേത്രങ്ങൾ കൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട്. സ്വാലിഹ് നബിയുടെ ഒട്ടകം അതിൽപ്പെട്ട ഒന്നായിരുന്നു. അതുപോലെ തന്നെ പല പ്രവാചകന്മാർക്കും മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ ഒരുപാട് ബയ്യിനത്തുകൾ ഫിറഔനും കൂട്ടരും കണ്ടിട്ടുണ്ട്. ഈസാ നബി അലൈഹി സ്വലാമയിലൂടെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ. അതോടൊപ്പം അത്ഭുതകരമായ പല സംഭവങ്ങളും അവർ കാണുന്നുണ്ട്. അദ്ദേഹം ചില സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ ഉണ്ടാകുന്ന അത്ഭുതകരമായ സംഗതികൾ അതും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകളുമായി അവരുടെ ദൂതന്മാർ അവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫമാ കാനൂ ലിയുമിനൂ, അവരത് വിശ്വസിക്കുകയുണ്ടായില്ല. ഫമാ കാനു, അവരായില്ല, ലിയുമിനു, അത് വിശ്വസിക്കുന്നവർ. അപ്പോൾ പ്രവാചകന്മാരിലൂടെ അവതീർണമായിരിക്കുന്ന വേദങ്ങളോ നിയമങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും അവർ വിശ്വസിക്കുകയുണ്ടായില്ല. ബിമാ കദ്ദബൂ മിൻ ഖബ്ലു, മുമ്പ് തന്നെ അതിനെ തള്ളിക്കളഞ്ഞു. പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ അവർക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാരെയും വേദങ്ങളെയും തള്ളിക്കളയുക എന്ന സ്വഭാവം സ്വീകരിച്ചവരാണ്. ഇന്ന് വേദത്തിൻ്റെ അധ്യാപനങ്ങളൊന്നും കേൾക്കാത്ത ആളുകൾക്ക് വേദാധ്യാപനങ്ങൾ കേൾപ്പിച്ചാലും അവർ തള്ളിക്കളയും. ഇത് കിട്ടിയിട്ടൊന്നുമല്ല, നേരത്തെ മുതലേ നിഷേധമാണ് അവരുടെ സ്വഭാവം. അത് ഇവർക്കും ഉണ്ടായി. നമുക്കറിയാലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ ഒരവസ്ഥ. നമ്മുടെ രാജ്യത്തിലെ ബഹുഭൂരിഭാഗം ആൾക്കാരും അള്ളാഹുവിൻ്റെ വേദങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണയുമുള്ള ആളുകളല്ല. എന്നാൽ അള്ളാഹുവിൻ്റെ വേദം ഒറ്റക്കോ കൂട്ടായോ വ്യക്തിക്കോ സമൂഹത്തിനോ കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് കേൾക്കാനുള്ള സന്നദ്ധത ഇല്ലെന്ന് മാത്രമല്ല, കേൾപ്പിക്കുന്നവരെ ഉപദ്രവിക്കുവാനും ആ സന്ദേശത്തെ മുച്ചൂടും തള്ളിക്കളയാനും ആർക്കും ഒരു മടിയില്ല. അതാണ് അവർ ഫമാ കാനൂ ലിയുമിനൂ ബിമാ കദ്ദബൂ മിൻ ഖബ്ലു, മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നവരായതുകൊണ്ട് അവർക്കത് വിശ്വസിക്കാൻ സാധ്യമായില്ല. കദാലിക, ഇങ്ങനെ യത്ബഅല്ലാഹു, അല്ലാഹു തആല മുദ്ര വെക്കും. സംഭവം കേൾക്കാനും അറിയാനും സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു തആല അവരുടെ മനസ്സുകൾക്ക് മുദ്ര വെച്ചിരിക്കുന്നു. കേൾക്കണമെന്ന ആഗ്രഹം ഒട്ടുമേ ഇല്ലാത്ത, അറിയണമെന്ന താല്പര്യമില്ലാത്തവരുടെ മനസ്സുകൾക്ക് അള്ളാഹു മുദ്ര വെച്ചിരിക്കുകയാണ്. അലാ ഖുലൂബിൽ കാഫിരീൻ, ഇങ്ങനെയാണ് അല്ലാഹു തആല കാഫിറുകളുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി അതിലേക്ക് പുതിയ കാര്യങ്ങളൊന്നും അങ്ങോട്ട് കടക്കുകയില്ല. പഴയ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കും പോകില്ല. അതിൽ അങ്ങനെ ജീവിച്ച് മരിക്കും. അള്ളാഹ് മുദ്ര വെച്ചതാണ്. കാരണം അതൊരു ശാപമാണ്, അള്ളാഹുവിൻ്റെ കോപമാണ്.
അത് നമ്മൾ ഉൾക്കൊള്ളണം. അല്ലാതെ ആദർശത്തിൻ്റെ ദാർഢ്യം എന്നൊന്നും ഇതിന് പറയാൻ പറ്റില്ല. അള്ളാഹു തആല ഹൃദയങ്ങൾക്ക് മുദ്ര വെച്ചതുകൊണ്ട് സത്യത്തിൻ്റെ സന്ദേശം അവരുടെ മനസ്സുകളിലേക്ക് കയറുകയില്ല എന്നുള്ളതാണ് ശരി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മുദ്രിതമായ മനസ്സിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്നും അവൻ്റെ വേദങ്ങളിൽ വിശ്വസിക്കുന്ന, വേദാധ്യാപനങ്ങളെ സ്വീകരിക്കുന്ന, അവൻ്റെ പ്രവാചകന്മാരെ സ്വീകരിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒന്നുകൂടെ വേഗം അർത്ഥം പറഞ്ഞാൽ നിർത്താം. തിൽക്കൽ ഖുറ നഖുസ്സു അലൈക മിൻ അംബാഇഹ, ആ നാടുകളൊക്കെയും അവരുടെ വർത്തമാനങ്ങൾ നാം താങ്കൾക്ക് വിവരിച്ചു തരുന്നു. വലഖദ് ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, അവർക്കൊക്കെയും അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി വന്നിട്ടുണ്ട്. ഫമാ കാനൂ ലിയുഅ്മിനു, അവർക്കത് വിശ്വസിക്കുക സാധ്യമായില്ല. ബിമാ കദ്ദബൂ മിൻ ഖബ്ലു, മുമ്പ് തന്നെ അവർ തള്ളിക്കളഞ്ഞതുകൊണ്ട്. കദാലിക യത്ബഉല്ലാഹു, കദാലിക അപ്രകാരം, യത്ബഉല്ലാഹു അല്ലാഹു മുദ്ര വെക്കുന്നു, അലാ ഖുലൂബിൽ കാഫിരീൻ നിഷേധികളുടെ മനസ്സുകളുടെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നൽകിയിട്ടുള്ള ഖുർആനാകുന്ന വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ആ വെളിച്ചത്തിൽ ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും അവൻ എന്നും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുട്ടികൾക്കും ഈ വെളിച്ചത്തിൽ ജീവിക്കുവാൻ നാഥൻ തുണക്കുമാറാവട്ടെ. റബ്ബന اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا وزدنا علما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.